കൃപയുടെ കൂടാരമേ, സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ, വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ, വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ഈ വ്യക്തിക്ക് തന്നെ എപ്പോഴും ഇങ്ങനെ അപ്ഡേഷൻസ് ഉണ്ടാകും. എപ്പോഴും സാക്ഷ്യത്തിൻ്റെ ഓരോ 3 മാസം കൂടുമ്പോഴും പുതിയ പുതിയ ദൈവാനുഭവങ്ങളുണ്ടാകും. ഇപ്പം നമ്മളോട് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കണത് എന്തുകൊണ്ടാണ് പുതുക്കിക്കൊണ്ടിരിക്കുന്നത്? 2 കാര്യമാണ് പുതുക്കുമ്പോൾ ഉണ്ടാകണത്. അതായത് ഒന്ന്, എൻ്റെ അനുഭവത്തിൽ ദൈവം ഇങ്ങനെ നമ്മളൊരു ഉടമ്പടിയിലാണെങ്കിൽ ദൈവം ഇങ്ങനെ നമ്മളെ ഓരോ വിഷയം അതിൻ്റെ തക്ക സമയത്ത് എടുത്തുകൊണ്ടിരിക്കും. നമ്മൾ ഉടമ്പടി പുതുക്കിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും കാര്യം നടക്കുമ്പോൾ ഉടമ്പടി പുതുക്കില്ലെങ്കിലും കാര്യം നടന്നല്ല എന്ന് വിചാരിക്കും. അതങ്ങനെയല്ല നടക്കണത്. അത് നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവം അത് ടേക്കപ്പ് ചെയ്തിട്ട് അതാതിൻ്റെ കാലത്ത്, ഇപ്പം അങ്ങനെ ഒരു വാക്കുണ്ട്, ദൈവം എല്ലാം ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് അതാതിൻ്റെ കാലത്ത് നല്ലതായിരിക്കത്ത വിധം സൃഷ്ടിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ ഒരു സമയക്രമീകരണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഉടമ്പടി വെക്കുന്ന 6 കാര്യങ്ങളും 6 കാലമായിരിക്കും. 6 കാര്യത്ത് അതാതിൻ്റെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതി യേശുവേ ആരാധന. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രഭാഷകൻ 39:34. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. ഉടമ്പടി നിയോഗങ്ങളുടെ രീതിയിൽ അതിൻ്റെ ഒരു കാലമുണ്ട്. അതിൻ്റെ ഒരു കാലം, അത് നടക്കേണ്ട കാലമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന വ്യക്തിക്ക് 3ാം ക്ലാസ്സിൽ 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ തന്നെ 3ാം ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് ഇരുത്തത്തില്ല. അപ്പം അതുപോലെ തന്നെയാണ് അതാതിൻ്റെ കാലമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഉടമ്പടി പുതുക്കത്തിലാണെങ്കിലുള്ള ഗുണമെന്ന് പറയുന്നത് ദൈവം ഈ വിഷയങ്ങൾ അതിൻ്റെ സമയമാകുമ്പോൾ ചെയ്ത് മാറ്റും. അപ്പം നമ്മൾ ഓർക്കണമെന്ന് വെച്ചാൽ പിശാച് പ്രവർത്തനത്തിൽ പറയും, അയ്യോ ഞാനിപ്പോൾ ഉടമ്പടിയിലല്ലല്ലോ, എന്നിട്ട് എൻ്റെ കാര്യം നടന്നല്ലോ. അതിൻ്റെ കാര്യം നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ സഞ്ചാരി മാതാവേ ശ്രുതികട ഹല്ലേലൂയ. സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ, സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ, കൃപാസനത്തിൻ്റെ വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ, വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2 തിമോത്തിയോസ് 2:13. 2 തിമോത്തി 2:13 എപ്പോഴും മറന്നു പോകാതിരിക്കേണ്ട വചനമാണ്. ക്യാപിറ്റൽ വേർഡാണ്. എന്താണ് 2 തിമോത്തി പറഞ്ഞേ? 2 തിമോത്തിയോസ് 2:13. എന്താണ് വിഷയം?
നാം അവിശ്വസ്തരായിരുന്നാലും നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അവൻ വിശ്വസ്തനായിരിക്കും. ഇതൊരു പ്രശ്നമാണ്. ദൈവം അതാതിൻ്റെ കാലത്ത് നിങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഇനി പത്രം കൊടുക്കണമല്ല, ഇനി ചിലർക്ക് വിശുദ്ധി ജീവിക്കണ പോലും ഭയങ്കരമായിട്ടുള്ള ചലഞ്ചാണ്. അപ്പം അതുകൊണ്ട് അവർ ഉടമ്പടി അവസാനിക്കുമ്പോൾ ഈ ലോകത്താന്മാരാണെങ്കിലേ ലോകമാണ് ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ, ഉദരമാണ് ദൈവം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം. ഫിലിപ്പി 3:19. ഫിലിപ്പിയർ 3:19. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു. അപ്പൊ അതായത് ചിലർക്ക് ഉദരമാണ് ദൈവം. അതുകൊണ്ട് എന്താ പറയും, എങ്ങനെ അപ്പോൾ ഉടമ്പടി ഇല്ലെങ്കിൽ പിന്നെ ഉപവസിക്കേണ്ട കാര്യമില്ല ബുധനാഴ്ച. അപ്പോൾ ഉപവാസത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഉടമ്പടി അവസാനിപ്പിക്കുന്നവരുണ്ട്. അവർക്കൊരു ആശ്വാസമാണ് ഉടമ്പടി തീരുമ്പോൾ. അതിൻ്റെ കാര്യം അവർ ലോകത്താന്മാരായതുകൊണ്ടാണ്. ലോകത്താന്മാരാന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ലോകത്താൻ റേഞ്ച് എന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു കാലമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആത്മീയത ഉള്ളവർക്ക് മാത്രമേ ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതാണ് വിഷയം. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കാര്യം ജനം ഇങ്ങനെ ദൈവം ഇങ്ങനെ ആളെ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. ഭൗതിക മനുഷ്യനും ജഡിക മനുഷ്യനും ലൗകിക മനുഷ്യനും ആത്മീയ മനുഷ്യനും ഒന്ന്. അപ്പോൾ ഈ ജഡിക മനുഷ്യന് ഉടമ്പടി ഒന്ന് പുതുക്കി തീർന്നാൽ അവിടെ ചുമ സ്റ്റോപ്പ് ചെയ്ത് കളയും. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ബാധ്യതകളൊക്കെ ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ. ദൈവസ്നേഹം ഇല്ലാതെ വിഷയസ്നേഹം ഉള്ളത് കൊണ്ടാണ് ഉടമ്പടി അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 1 കൊരിന്തോസ് 2:14-15. 1 കൊരിന്തോസ് 2:14-15. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ഈ ഉദരമാണ് ദൈവം എന്ന് പറഞ്ഞ ആശയമില്ല. ഉദരമാണ് ദൈവം എന്ന് പറയുമ്പോൾ തീറ്റിപ്പണ്ടാരമെന്നല്ല എൻ്റെ അർത്ഥം. ലൗകികമായ കാര്യങ്ങൾക്ക് മാത്രം ദൈവത്തെ അവലംബം വെക്കുന്ന ആൾക്കാരാണ്. വീട്, ജോലി, വിവാഹം, PR, പെൻഷൻ, വേറെ ഒന്നുമില്ല. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ആത്മീയത ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ ഉടമ്പടി പല സമയത്ത് സ്ലോ ആകാൻ കാരണം, പിത്ത പിടിക്കാൻ കാരണം എന്താ കാര്യം? ഉടമ്പടിക്ക് ഇങ്ങനെ കൊളസ്ട്രോൾ അടിക്കാൻ കാര്യം എന്താ? ഉടമ്പടി കൊളസ്ട്രോൾ അടിക്കാൻ കാര്യം ഇത് മൊത്തം ദൈവത്തെ സമീപിക്കുന്ന രീതിയുടെ കുഴപ്പമാണ്. ദൈവത്തിന് വേണ്ടി സ്വീകരിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങൾ അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള തന്ത്രവിദ്യയായിട്ട് ഉടമ്പടിയെ നിങ്ങൾ ന്യൂനീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആധ്യാത്മികമായ വളർച്ചയില്ലാത്തത്. ഉടമ്പടിയിലൂടെ ഈ ലൗകിക മനുഷ്യനാണ് അങ്ങനെ വളർച്ച മുറ്റി പോണത്. റോമ 8:9 എടുത്ത് ശ്രുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജെസി ജോഷി. ഞാൻ മാന്നാർ കടുത്തുരുത്തി മാന്നാർ സെൻറ്റ് മേരീസ് ചർച്ച് അവിടെ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് സാക്ഷ്യം പറയുന്നത് എൻ്റെ ഭർത്താവിന് കിട്ടിയ ഒരു അനുഗ്രഹത്തെ പറ്റിയാണ്. ഞാനിവിടെ വരാനായിട്ട് കാരണം തന്നെ ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഈ ഓരോരുത്തർ എനിക്ക് പത്രം തരികയും ഞാൻ തുണിയും നൈറ്റി ചുരിദാറെല്ലാം കൊണ്ട് വീടുകളിൽ കൊടുക്കുവാണ്. അപ്പം ഞാൻ പോകുമ്പോൾ എല്ലാവരും എന്നോട് പറയും, മോളും എന്തായാലും പോകണല്ലേ, ഈ
പത്രമൊക്കെ ഒന്ന് കൊടുക്ക്, ഞങ്ങൾ കൃപാസനത്തിൽ നിന്ന് കൊണ്ടുവന്നോന്ന് പറയും. അപ്പം ഞാൻ നല്ല സന്തോഷത്തോട്, ഞാൻ ഇവിടെ വന്നിട്ടില്ല എങ്കിലും സന്തോഷത്തോടു കൂടി മേടിച്ച് എല്ലാ വീടുകളിലും പോകുമ്പോൾ ഞാൻ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോഴെല്ലാവരും എന്നോട് പറയും, എൻ്റെ ഈ പേപ്പർ തന്നവരെല്ലാവരും എന്നോട് പറയും, കൃപാസനത്തിൽ ഒന്ന് പോ, ഇത്രയും കഷ്ടത. എൻ്റെ വീട്ടിലാണെങ്കിൽ കടബാധ്യത 18 ലക്ഷത്തോളം രൂപ കടം. അപ്പോൾ എൻ്റെ ഭർത്താവിന് ഒരു തലയുടെ ഒരു ഓപ്പറേഷൻ, സുഷ്മന നാഡി ബ്ലോക്കായിട്ട് വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് രക്ഷ കിട്ടൂല എന്ന് പറഞ്ഞ് ഒരു ഓപ്പറേഷൻ നടന്ന് ആ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. കടബാധ്യതയോട് മുഴിഞ്ഞു, എല്ലാ പിള്ളേർക്ക് അസുഖങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ടും എനിക്ക് ഇവിടെ വരാനായിട്ട് എനിക്കറിയില്ല. പക്ഷേ എന്നിട്ടും ഞാൻ പറയും, മാതാവ് എന്നെ എന്നാണെങ്കിലും ഒരു സമയത്ത് എന്നെ ഇവിടെ എത്തിക്കും, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ പോകണം എന്ന് ഞാൻ പറഞ്ഞ് പേപ്പറും കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ രണ്ടാമത് ഇവിടെ വരാൻ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിന് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എർണിയയും കല്ലും ഉടനെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ് ഉടനെ ഓപ്പറേഷൻ ചെയ്യണം, സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ പിള്ളേരെ എവിടെ കൊണ്ട് ആക്കും? സ്കൂൾ പൂട്ടിയാൽ മാർച്ചിൽ പരീക്ഷ, അത് കഴിയാണ്ട് എനിക്ക് എങ്ങും കൊണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുവരെയും പിടിച്ച് നിൽക്കണം. എന്തായാലും ശരി, ഞാൻ പറഞ്ഞു എന്തായാലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടേ ഇനി എൻ്റെ ഭർത്താവിനെയായിട്ട് ഞാൻ ഓപ്പറേഷനാണെങ്കിൽ എന്തിനാണേലും പോകുള്ളൂ. അങ്ങനെ ഞാൻ 2024 മാർച്ച് 2-ാം തീയതി ഇവിടെ വന്ന്, ഉടമ്പടി എടുക്കാനല്ല വന്നതൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ വന്ന്. അപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. ഞാൻ അവിടെ പോയി ഉടമ്പടി എടുക്കാൻ ചെന്ന് ക്ലാസ് കൂടി ഉടമ്പടി എടുത്ത് എല്ലാ കാര്യങ്ങളും കേട്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് 2-ാം തീയതി ഉടമ്പടി എടുത്ത് 3, 4, 5-ാം തീയതി എൻ്റെ ഭർത്താവിനായിട്ട് ഓപ്പറേഷൻ ഡേറ്റിന് വേണ്ടി ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് വരാൻ. അപ്പോൾ 2 സ്കാനിങ്ങിലും സീരിയസ് ആണ്, ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് സ്കാനിങ്ങിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ 12 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി സ്കാനിങ് 2 മണിക്കാണ്, അപ്പോൾ അടുത്ത ശനിയാഴ്ച റിസൾട്ടുമായിട്ട് വന്നാൽ ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്കാനിങ്ങിൻ്റെ സ്ഥലത്ത് ചെന്നിരിക്കുമ്പോൾ ഞങ്ങൾക്ക് 14-ാമത്തെ നമ്പറാണ് കിട്ടിയത്. അപ്പോൾ അന്നേരം അവിടെ എല്ലാ 13 പേരും അവിടെ ഉണ്ട്. പക്ഷേ ഡോക്ടർ 2 മണിക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങൾ മാത്രമുണ്ട്, ഒരു മനുഷ്യനില്ല അവിടെ. അപ്പം ഞാൻ ഓർത്ത് ഞങ്ങളെ വിളിക്കണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ വിളിച്ചിട്ട് ആരുമില്ല. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനെ കൊണ്ട് സ്കാനിങ്ങിന് കയറ്റി. സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കിട്ടി 3 മണിക്ക്. അപ്പം ഞാൻ ഓർത്തു ഇനി അടുത്ത ശനിയാഴ്ച വരണ്ടേ, വന്ന് നമുക്ക് ഡേറ്റ് തരും. എന്നാലും ആ ഡോക്ടറെ കണ്ട മുറിയുടെ അതിലേക്കൂടെ ഒന്ന് നടക്കാം. മാതാവ് എന്നോട് പറയണ പോലെ എനിക്ക് തോന്നി. ഞാൻ അതിലേക്കൂടെ നടന്നു പോവുക. അപ്പോൾ അവിടെ ക്ലീനിങ്ങുകാർ മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ ആ ഡോറൊന്ന് തുറന്നു നോക്കാമെന്നോർത്ത് തുറന്നപ്പോൾ അവിടെ അന്ന് കണ്ട എല്ലാ ഡോക്ടർമാരും അവിടെ ഉണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്നാ മോളെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ റിസൾട്ട് ഒന്ന് കാണിക്കാൻ, കയറി വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ റിസൾട്ടുമായിട്ട് ഡോക്ടറെ അടുത്തായിട്ട് ചെന്ന്. അപ്പോൾ ഡോക്ടർ ഇത് കണ്ടിട്ട് എന്നാ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡേറ്റിന് വേണ്ടി ഓപ്പറേഷനാണ്. അപ്പോൾ സാറ് എനിക്ക് 2 സ്കാനിങ്ങിൽ സീറ്റ്. അപ്പം അവർ ഇതിലൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു സാറേ 2 സ്കാനിങ് കാണിച്ചു, ആദ്യത്തെ 2 സ്കാനിങ്ങിലും സീരിയസ് ആണ്, ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു പക്ഷെ അത് ശരി, പക്ഷേ ഇപ്പം ഈ സ്കാനിങ് ചെയ്തതിൽ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, മാതാവാണ് എനിക്ക് ഈ അനുഗ്രഹം തന്നതെന്ന് ഞാൻ അപ്പം തന്നെ മനസ്സിലാക്കി. അതുകൊണ്ട് അതും എന്നിട്ടും എനിക്കൊരു സംശയം, ഇനി എന്താണെന്ന് ഒന്നും കൂടെ അറിയണമെന്നൊരു സംശയത്തിന് ഞാൻ അവിടെ നിന്ന് നേരെ വൈക്കത്തൊരു ഡോക്ടറെ വീട്ടിൽ ചെന്ന് ആ ഡോക്ടറെ കണ്ട്. ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു ഇനി അവിടെ വല്ല തെറ്റും പറ്റിയതാണ് എന്നറിയാൻ വേണ്ടി ഞാൻ ആ ഡോക്ടറെ വീട്ടിൽ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടറും അത് തന്നെ പറയണ് ശരിയാ, ഈ 2 സീരിയസ് ആണ്, പക്ഷേ ഈ സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സമാധാനം, എൻ്റെ ദൈവമേ ഇനി ഓപ്പറേഷൻ ഇല്ലാണ്ട് എൻ്റെ ഭർത്താവിൻ്റെ രോഗം മാറ്റിക്കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 2ാമത് വെച്ചത് എനിക്ക് ഒരു ജോലി എന്നുവെച്ചാൽ കടത്തിൽ മുങ്ങിയിരിക്കുവാണ്. ഞാൻ ഈ തുണിയായിട്ട് പോകണം, എൻ്റെ പുള്ളി ഓട്ടോറിക്ഷ ഓടിക്കുവാണ്, ഒരു നിവൃത്തിയില്ല. അപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും ഒന്നും അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു ഒരു 10,000 രൂപയുടെ ഒരു ജോലി എന്തെങ്കിലും എനിക്ക് കിട്ടുക. അപ്പോൾ എനിക്ക് ഗൾഫിൽ പോകണമെന്ന് അങ്ങനെയൊന്നും എൻ്റെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഉടനെ തന്നെ മാതാവ് എനിക്ക് UK, ഞാൻ ഒരു സ്വപ്നത്തിൽ ഓർക്കാത്തൊരു കാര്യമാണ്, പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് തന്നെ എനിക്ക് UK ഒരു ജോലി ശരിയാക്കി. എൻ്റെ മാതാവ് എന്നെ സ്വർഗത്തിൽ, ഇവിടെ ഞാൻ നരകത്തിൽ ഇന്ന പോലെ എന്നെ സ്വർഗത്തിൽ എന്ന പോലെ എൻ്റെ മാതാവ് കൊണ്ടുപോയി, UK കൊണ്ടുപോയി. എനിക്ക് 40,000 രൂപ സാലറി കിട്ടി. എനിക്ക് 5 പൈസ ചിലവില്ല. എന്നെ കൊണ്ടുപോയത് ഫ്രീ ആയിട്ടാണ് കൊണ്ടുപോയത്. ടിക്കറ്റ് എടുത്തതും എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്ത്. ഞാൻ
സ്വപ്നത്തിൽ ഓർത്തില്ല. അവർ കൊണ്ടുപോയത് എന്നെ ഒരു കുഞ്ഞിനെ നോക്കാനായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ നിൽക്കണേലും സുഖമായിട്ട് പ്രാർത്ഥിക്കാൻ, ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. അവിടെ എനിക്ക് ഫുൾ ടൈം ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട്. അങ്ങനെ എനിക്ക് നല്ലൊരു ജോലി. ഇപ്പം എനിക്ക് UK ഞാൻ വന്നിട്ട് കുറച്ച് ദിവസം ആയുള്ളൂ. എനിക്ക് പനിയും ചുമയായിട്ടാണ് ഞാൻ വരാൻ വൈകിയത് സാക്ഷ്യം പറയാനായിട്ട്. അതുപോലെ തന്നെ കടബാധ്യതയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞ് ഞാനൊരു ദിവസം ഇങ്ങനെ തുണിയായിട്ട് മിക്ക വീടുകളിലും പോകും. അപ്പോൾ എനിക്ക് പ്രതീക്ഷിക്കാണ്ട് തന്നെ ഞാൻ ഒരു ടീച്ചറുടെ വീട്ടിൽ കയറും. അപ്പോൾ ആ ടീച്ചർ എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. അമ്മച്ചീനെ ഒന്ന് ആരും അവിടുത്തെ ജോലിക്കാർ വരാത്തപ്പോൾ അമ്മച്ചീനെ കുളിപ്പിക്കും. അപ്പം ഞാൻ പറയും കൂടാ, എന്നിട്ട് ഞാൻ അങ്ങനെയൊക്കെ കൂടിക്കൊടുക്കും. അങ്ങനെ എവിടെ പോയാലും ഞാൻ എന്ത് സഹായം ആര് ചോദിച്ചാലും അപ്പം ചെയ്തു കൊടുക്കും. എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കും. പൈസ കൊണ്ടില്ലെങ്കിലും എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചു, കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കടമാണ്. അത് പറഞ്ഞു. ടീച്ചർ ഒന്നും എന്നെ അറിയോ പോലുമില്ല. 2 ലക്ഷം രൂപ ടീച്ചർ എൻ്റെ കൈയിട്ട് എടുത്തു വെച്ച് വന്നിട്ട് പറഞ്ഞ് കൊണ്ട് ബാങ്കിൽ അടച്ചോളാൻ പറഞ്ഞ ടീച്ചർ. ഞാൻ സ്വപ്നത്തിൽ ഓർക്കാത്ത കാര്യങ്ങൾ തന്നെ മാതാവ് ഈ ആദ്യ ഉടമ്പടിയിൽ തന്നെ ഞാൻ എടുത്ത് ഉടമ്പടിയിൽ തന്നെ എനിക്ക് സാധിച്ചു തന്ന കാര്യങ്ങളാണ് ഞാൻ പറയണത്. ആദ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചു പോലുമില്ല. പക്ഷെ ഉടനെ എനിക്ക് മാതാവ് ഇപ്പോഴും എനിക്ക് ഓരോന്നും നല്ല കാര്യങ്ങൾ എല്ലാം അവിടുത്തെ സഹായം എനിക്ക് തന്നുകൊണ്ടിരിക്കുവാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ 2 ലക്ഷം രൂപ ഞാൻ കൊണ്ട് ബാങ്കിൽ അപ്പം അടച്ച്. അപ്പോൾ എനിക്കൊരു സമാധാനമായി, അത്രയും കാശ് കുറച്ച് കിട്ടിയല്ല എന്നുള്ള സമാധാനത്തിൽ ഞാൻ നിൽക്കുക. പിന്നെ അടുത്തായിട്ട് ഞാൻ പറയണതെന്ന് വെച്ചാൽ ഈ കടബാധ്യതയുടെ തന്നെ കടബാധ്യത എനിക്ക് ഇങ്ങനെ കൂടി വന്ന് ഇപ്പം ടീച്ചറും തന്ന് അങ്ങനെ എനിക്ക് ജോലി കിട്ടിയ പൈസ അവരും എനിക്ക് അധികം പൈസ തന്ന് വിട്ട്. അപ്പം ഇന്നലെ ഞാൻ ബാങ്കിൽ പോയി തിരക്കിയപ്പോൾ അവർ പറഞ്ഞ് 3,80,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ കരഞ്ഞു പറഞ്ഞപ്പോൾ അവരും 50,000 രൂപ കുറച്ച് തന്ന്. അപ്പോഴും 2,80,000 രൂപ അവിടെ അടയ്ക്കണമെന്ന് അവർ പറഞ്ഞ്. പക്ഷേ ഞാൻ വീട്ടിൽ എൻ്റെ 2 ലക്ഷം ഉണ്ട്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ 80,000 രൂപ എവിടെ നിന്ന് കിട്ടും എന്നോർത്ത് നിന്നപ്പോൾ ഇന്നലെ ചേട്ടൻ്റെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞ് എന്തായെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ 80,000 വന്ന് ഇന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് 80,000 രൂപ ഞാൻ ഇട്ട് തന്നേക്കാം എന്നും പറഞ്ഞ് അതും ഞങ്ങൾക്ക് സാധിച്ചു തന്ന്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണമെന്ന് വെച്ച് ഞാൻ അവിടെ പോയെങ്കിലും എൻ്റെ ഭർത്താവും പിള്ളേരും ഓരോ അനാഥാലയങ്ങളിലൊക്കെ പോവുകയും അതൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ പോണതിന് മുമ്പ് തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ട പത്രം മേടിച്ച് എത്ര രാത്രിയാണ് ഞാൻ പെട്ടെന്ന് എനിക്കെല്ലാം റെഡിയായത്. എങ്കിലും ഞാൻ ആ രാത്രി തന്നെ ഇവിടെ നിന്ന് വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി മെഡിക്കൽ കോളേജിലുള്ളവർക്ക് എനിക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം പറഞ്ഞ് തന്നെ എല്ലാവർക്കും സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി എപ്പോഴും എന്താവശ്യത്തിനും അവർക്ക് മക്കളും മരുമക്കളും ഒക്കെ ഉണ്ട്. പക്ഷേ എന്താവശ്യത്തിനും ആരും ചെയ്തു കൊടുക്കില്ല. അവരെ കുളിപ്പിക്കാനും എല്ലാ കാര്യത്തിനും എന്നെ ഏത് രാത്രി എപ്പോൾ വിളിച്ചാലും ഞാൻ ഓടിച്ചൊന്ന് ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ കഴിഞ്ഞൊരു ദിവസം അവർക്ക് ദേഹം മൊത്തം 12 മണിക്ക് രാത്രി എന്നെ വിളിച്ച് മോളെ ദേഹം മൊത്തം ചൊറിഞ്ഞ് എനിക്ക് കിടക്കാനും ഇരിക്കാനും പറ്റണില്ലെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ജോഷ് ചേട്ടൻ ഗുളിക കഴിച്ച് കിടക്കണം. എന്നിട്ട് ചേട്ടനെയും വിളിച്ച് ഞാൻ രാത്രി 12 മണിയായപ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് വിശുദ്ധ തൈലയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി കിടന്നുറങ്ങിക്കോ, ഒരു കുഴപ്പവും ചേച്ചിക്ക് ഉണ്ടാവില്ല, ഇനി ഇങ്ങനെ ഒരു ചൊറിച്ചിൽ പോലും വരില്ലെന്ന് പറഞ്ഞു. ഈ നിമിഷം വരെയും ആ ചേച്ചിക്ക് അസുഖം വന്നിട്ടില്ല. ആ ചേച്ചി ഇപ്പോഴും എന്നും എന്നോട് പറയും, എന്നോട് പ്രാർത്ഥിക്കാൻ പറയും. അതുപോലെ ഞാൻ UK പോയിട്ടാണെങ്കിലും അവരുടെ വീട്ടിൽ ഫങ്ഷനോ എന്തെങ്കിലും നടക്കുമ്പോൾ മലയാളികളെല്ലാവരും വരുമ്പോൾ അവർക്കൊക്കെ വേണ്ടി ഞാൻ അവരോടെല്ലാം ഞാൻ എനിക്ക് പറയാൻ പറ്റുന്ന എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറയുകയും അവർ എന്നെ വിളിച്ച് ഓരോ കൊച്ചുങ്ങൾക്കും വയ്യായിക എന്ന് തലയ്ക്കൊക്കെ ഓപ്പറേഷൻ ചെയ്ത് ഓക്സിജൻ മാത്രം ഉപയോഗിച്ച് കിടക്കുന്ന ഒരു കൊച്ചുണ്ട്. ആ കൊച്ചിന് അവരുടെ കൂട്ടുകാരൻ്റെ കൊച്ചാണ്. എന്നിട്ടും എന്നെ അവിടെ കൊണ്ടുപോയി അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കും, വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിക്കും, എല്ലാം ചെയ്ത് ആ കൊച്ചു ഇപ്പം നല്ല സുഖമായിട്ടിരിക്കണം. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യണുണ്ട്. ഇനിയും ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോകുവാനാണ് എനിക്ക് ആഗ്രഹം. അതുപോലെ തന്നെ എൻ്റെ കൊച്ചു ഇപ്രാവശ്യം 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയേക്കുവാണ്. അപ്പോൾ അവൻ പഠിക്കും ഒരുമാതിരി, എങ്കിലും ഈ പ്രാവശ്യത്തെ പരീക്ഷ ഭയങ്കര പാടാണ്. അപ്പോൾ എന്നോട് വന്നിച്ചു, അപ്പം ഞാൻ എന്നും ഉപ്പും തൈലും ഞാൻ ഇല്ലായിരുന്നു ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു മോനെ നീ ഉപ്പും ഇതെല്ലാം കൊണ്ടുപോകണം, എന്നിട്ട് പേപ്പറിൽ ഇടണം, അന്നേരം എല്ലാം ഓർമ്മ കിട്ടും, കാശ് രൂപം കൊണ്ടുപോകണം. കൊച്ചതെല്ലാം കൊണ്ടുപോയി. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് അവന് പാടായിരുന്നു, അവനൊന്നും എഴുതാണ്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ സാറ് പെട്ടെന്ന് വന്നിച്ചും പറഞ്ഞെന്ന് പറഞ്ഞ് എന്തെങ്കിലും അറിയണയൊക്കെ എഴുതി വെച്ചോളാൻ പറഞ്ഞു, പാടാണെങ്കിൽ എന്തെങ്കിലും എഴുതി വെച്ചോ. അവൻ പറഞ്ഞു ഞാൻ എല്ലാം എഴുതി മമ്മി, ആ നിമിഷം തൊട്ട് ഞാൻ പെട്ടെന്ന് എഴുതാൻ തുടങ്ങി. പക്ഷേ എഴുതി കഴിഞ്ഞ് പുറത്ത്
പുറത്തു വന്നു നോക്കിയപ്പോൾ ഞാൻ എഴുതിയതെല്ലാം ശരിയായിരുന്നു. എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ മാതാവ് എല്ലാം എൻ്റെ കുഞ്ഞിന് പരീക്ഷയ്ക്ക് എല്ലാം നന്നായിട്ട് എഴുതാനുള്ള ഒരു അനുഗ്രഹം അവന് കൊടുത്ത്. അങ്ങനെ എൻ്റെ കുടുംബം ഇപ്പോൾ സന്തോഷിച്ച്. ഞാൻ കരഞ്ഞു നടന്ന ഞാനാണ്. പക്ഷേ ഇതൊരിക്കലും ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതം മൊത്തം ഉപവാസത്തിലും ഞാൻ ഉപവാസം മുടങ്ങിയിട്ടില്ല. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത അന്ന് തുടങ്ങി ഈ നിമിഷം വരെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെയാണ് ഞാൻ പോയേക്കണേ. എനിക്ക് അവിടെ ചെന്നിട്ട് ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോകാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ആ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ പോകും. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പള്ളിയിൽ പോകും. എല്ലാ കാര്യവും ഞാൻ ചെയ്യാറുണ്ട്. ഇനി മുന്നോട്ട് എൻ്റെ കുടുംബം ഉടമ്പടിയിലൂടെ മാത്രം മുന്നോട്ട് പോവുകയുള്ളൂ. അത് ഞാൻ തൃക്കുമാരനും മാതാവിനും ഞാൻ 1000 കോടി നന്ദി പറയുന്നു. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് വേണം. ഞാൻ എല്ലാവർക്കും വേണ്ടി, ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കും. ഞാൻ എല്ലാവർക്കും വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കണം. ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കൂടുതൽ സമയവും ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ എൻ്റെ ആവശ്യങ്ങൾ മാതാവ് അറിഞ്ഞു തന്നുണ്ട്. അപ്പം പിന്നെ ഞാനൊന്നും ചോദിക്കണില്ല. അപ്പം അതുകൊണ്ട് മാതാവ് ഞാൻ ഇപ്പം എല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നെപ്പോലെ എല്ലാവർക്കും സാക്ഷ്യം പറയാൻ കഴിയട്ടെ എന്ന് ഞാൻ മാതാവിനോട് തൃക്കുമാരനോട് ഞാൻ പറയുന്നു. എനിക്ക് ഈ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അമൽ മേരി. ഞാൻ എടപ്പള്ളി എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു ഡെൻറ്റിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് 2024 എനിക്ക് സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം മാതാവ് തന്നു. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ ഈ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ എനിക്ക് കാനഡയ്ക്ക് ഒരു PR നൽകണമെന്നായിരുന്നു. പക്ഷേ ആദ്യം ഞാൻ ഉടമ്പടി എടുത്തപ്പം ആദ്യത്തെ 3 മാസം അത് കറക്റ്റ് ചെയ്യുകയും പിന്നീട് അത് ഉഴപ്പുകയും ചെയ്തു. അങ്ങനെ 2024 ഞാൻ 2ാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പം അച്ഛൻ്റെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ ഉടമ്പടി പുതുക്കുമ്പം നമ്മൾ ഉഴപ്പുന്നതനുസരിച്ച് നമ്മുടെ ഉടമ്പടി ഫലമില്ലാതായി പോവും. അപ്പോൾ അത് എത്രമാത്രം നമ്മൾ താല്പര്യത്തോടെ ചെയ്യുമോ അതനുസരിച്ചായിരിക്കും നമുക്ക് ഫലം ഉണ്ടാവുക. അപ്പോൾ അന്ന് അച്ഛൻ്റെ ക്ലാസ് കേട്ടു, നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്നും ഫലം കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഈശോ നമുക്ക് പട്ടിക്കാട്ടത്തിൻ്റെ വിലയാണ് തരുന്നതെന്ന്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥനയിലുള്ള കുറവാണെന്ന്. അപ്പോൾ ഞാൻ മാതാവിനോടും ഈശോയോടും മാപ്പ് പറഞ്ഞിട്ട് ഉടമ്പടി പുതുക്കുകയും എൻ്റെ ഉടമ്പടി ജീവിതം ഒന്നും കൂടെ വൃത്തിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഫെബ്രുവരി തന്നെ എനിക്ക് ഒൻറ്റാരിയോയുടെ നോമിനേഷൻ കിട്ടുകയും തുടർന്ന് അങ്ങോട്ട് ഞാൻ ഉടമ്പടി പുതുക്കി കഴിയുമ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം, ഉടമ്പടി എന്നാണോ കഴിയുന്ന ഡേറ്റ് അത് ഞാൻ മാർക്ക് ചെയ്ത് വെക്കും. ആ 90 ദിവസം 90 ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരും ഉടമ്പടി പുതുക്കാൻ. ഉടമ്പടി ആയിരിക്കുന്ന ആ ദിവസങ്ങളിലല്ലാതെ ഉടമ്പടി തീർന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ ഉടമ്പടി എടുക്കുന്ന അന്ന് തന്നെ ഞാൻ തീരുന്ന ദിവസം നോട്ട് ചെയ്ത് വീണ്ടും ഇവിടെ വരും. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് കാനഡയുടെ PR പേപ്പർ വർക്ക്സ് എല്ലാം എത്രയും വേഗം ചെയ്ത് തീർക്കാൻ പറ്റി. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ രാവിലത്തെ 5:30 ക്ലാസ്സിൽ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചൊവ്വാഴ്ചകളിലെ പ്രാർത്ഥനകളെല്ലാം ധ്യാന ക്ലാസ്സെല്ലാം മുടങ്ങാതെ കേൾക്കുകയും ബുധനാഴ്ചകളിലെ ഉപവാസത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് പത്രം കളക്ട് ചെയ്ത് അത് വിതരണം ചെയ്യും. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, മാർച്ച് 7, 2025 മുന്നേ എനിക്കെൻ്റെ PR സാങ്ഷനായി കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാൻ ഇങ്ങനെ ജനുവരി വന്ന് പോകാൻ നേരത്തെ മാതാവിനോട് പറഞ്ഞു. അതിൻ്റെ ഫലമായി മാർച്ച് 7 ഞാൻ പറഞ്ഞ ഡേറ്റ് മാതാവ് ഒരു മാസം മുന്നേ ഫെബ്രുവരി 7 ആയപ്പോഴേക്കും എനിക്കെൻ്റെ PR സാങ്ഷനായി കിട്ടി. ഇന്നലെ എനിക്കെൻ്റെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തത് വന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, എനിക്ക് എപ്പോഴാണോ എനിക്ക് പാസ്പോർട്ട് കിട്ടും ഞാൻ അപ്പം തന്നെ ഇവിടെ വന്ന് പറയൂന്ന്. ഇന്നലെ വൈകുന്നേരം 6:30 ആയപ്പോഴാണ് എനിക്കെൻ്റെ പാസ്പോർട്ട് കൈ കിട്ടിയത്. ഞാനിന്ന് രാവിലെ തന്നെ ഇവിടെ വന്നു. മാതാവിന് ഒത്തിരി നന്ദി. അതുപോലെ തന്നെ എനിക്ക് 2ാമതൊരു അനുഗ്രഹം പറയാനുള്ളത്, കഴിഞ്ഞ കൊല്ലം ഈ പേപ്പർ വർക്കിൻ്റെ ടെൻഷൻ്റെ ഇടയിലൊക്കെ ഓടുന്ന സമയത്ത് ഞാൻ ആരോടും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ ലെഫ്റ്റ് ബ്രസ്റ്റിന് ഒരു മുഴയുണ്ടായിരുന്നു. അത് ഡോക്ടറെ കാണിച്ചപ്പം ക്യാൻസറസ് ആണോ ഡൗട്ടുണ്ട്.
എൻ്റെ ഫാമിലിയിൽ ഓൾറെഡി ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉള്ളതാണ്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു എനിക്ക് മാമോഗ്രാം ചെയ്യാനുള്ള പ്രായമാവാത്തതുകൊണ്ട് നമുക്ക് അൾട്രാസോണോഗ്രാഫി ചെയ്യാമെന്ന് പറഞ്ഞു. അത് ചെയ്തപ്പം അത് എൻ്റെ ബ്രസ്റ്റിൽ ചെറിയ മുഴയുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് മാമോഗ്രാം വേണം, മസ്റ്റാണ്, കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് വേറെ എൻ്റെ ഫാമിലിയിലോ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഈ ക്ലാസ് ഇത് ഞാനിന്ന് പറയുന്നത് കേൾക്കുമ്പോഴായിരിക്കും അവരൊക്കെ അറിയുന്നത് തന്നെ. എൻ്റെ ഹസ്ബൻഡിനെ അറിയാമായിരുന്നു. അങ്ങനെ ഒത്തിരി വിഷമം പിടിച്ച ഒരു കൊല്ലമായിരുന്നു കഴിഞ്ഞ കൊല്ലം. പേപ്പർ വർക്കും അതിൻ്റെ കൂടെ ഇങ്ങനെയൊരു ബുദ്ധിമുട്ടും. മാമോഗ്രാമിന് ഡേറ്റ് കിട്ടി. ഞാൻ ഈ സമയത്തൊക്കെ ഡെയിലി അച്ഛൻ്റെ ക്ലാസ് കേൾക്കുകയും എൻ്റെ പ്രാർത്ഥനകൾ കറക്റ്റ് ചെയ്യുകയും കുർബാനകൾ മുടക്കം കൂടാതെ പോവുകയും ചെയ്യുമായിരുന്നു. ഞാൻ പ്രാർത്ഥന ചെയ്യുന്ന സമയത്തൊക്കെ ഉടമ്പടി തൈലം മുഴയുള്ള ഭാഗത്ത് തേച്ച് പ്രാർത്ഥിക്കും. ഞാൻ മാമോഗ്രാമിൻ്റെ ടെസ്റ്റിന് പോയി. റിസൾട്ട് വന്നു. ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇയാൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ മനുഷ്യന്മാർക്കൊക്കെ എവിടെയെങ്കിലും അറിയാത്ത ചെറിയ മുഴകളൊക്കെ ഉണ്ടാവും, അതെല്ലാം ക്യാൻസറസ് അല്ല. ഒരു ഡോക്ടറായിട്ട് പോലും ഞാനൊരു ചെറിയ മുഴ കണ്ടപ്പോഴേക്കും ഞാൻ പേടിച്ചു പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ട, ഇതല്ല, ഇയാളുടെ ഫാമിലിയിൽ അങ്ങനെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇയാൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, ഇത് തനിയെ പോകുന്ന ഒരു മുഴ മാത്രമാണ്. എനിക്കിങ്ങനെ ഒരു അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്കും ഒത്തിരി നന്ദി. ഞാൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എൻ്റെ ജീവിതം ഞാൻ എങ്ങനെ പുനഃക്രമീകരിച്ചതെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോകും. രാവിലത്തെ പ്രാർത്ഥനകളെല്ലാം കറക്റ്റ് ചെയ്യും. ബൈബിൾ വായിക്കും. ബൈബിൾ വായിക്കുന്നത് ഒറ്റ ഇരിപ്പിനെ വായിക്കുകയല്ല, രാവിലെ കുറച്ച് നേരം, ഉച്ചയ്ക്ക് കുറച്ച് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം അതുപോലെയൊക്കെയാണ് ഞാൻ വായിക്കുക. അതുപോലെ എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷമങ്ങളോ വരുമ്പം ഓരോ സാഹചര്യങ്ങളനുസരിച്ചാണ് ഞാൻ വചനം ചൊല്ലുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു വിഷമം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യത്തിന് തടസ്സം പോലെ തോന്നുവാണെങ്കിൽ ഞാൻ ഉടനെ പ്രാർത്ഥിക്കുന്നത് ദൈവമേ നെഗേബിലെ ജലപ്രവാഹങ്ങൾ എന്ന പോലെ എൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ, ഈ വചനം ചെല്ലും. പിന്നെ എന്തെങ്കിലും എനിക്ക് പേപ്പർ വർക്കിൻ്റെ തടസ്സങ്ങളൊക്കെ വരുവാണെങ്കിൽ ഞാൻ പറയും ഏഷ്യ 45:2 ചെല്ലും. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിൽവാത് തറക്കുകയും ഇരുമ്പോടമ്പല ഓടിക്കുകയും ചെയ്യും. പിന്നെ എനിക്ക് എന്തെങ്കിലും പ്രാർത്ഥനയിൽ എനിക്ക് വിശ്വാസക്കുറവ് വന്ന ഉടനെ ഞാൻ ചെല്ലും. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചാൽ ഭാഗ്യവതി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എപ്പോഴും ഉടമ്പടിയിലായിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ 90 ദിവസത്തെ ഉടമ്പടി കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങളവിടെ വെച്ച് നിർത്തരുത്. എന്നാണോ നിങ്ങളുടെ ഉടമ്പടി തീരുന്നത്, നിങ്ങൾക്കിവിടെ വരാൻ പറ്റുമെങ്കിൽ അപ്പോൾ തന്നെ ഇവിടെ വരിക, അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന ഈശോയ്ക്കും അതാണ് ഒത്തിരി നന്ദി. എല്ലാ മാസവും ഞാൻ മുടങ്ങാതെ കുമ്പസാരിക്കും. ഒരു മാസത്തിലൊരിക്കൽ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ സാമ്പത്തിക സഹായം കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ ഏതെങ്കിലും പേഷ്യൻസിന് ക്ലിനിക്കിൽ വന്ന് എന്നെ കാണാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവരെ പോയി കാണും, ഫ്രീ ആയി ട്രീറ്റ്മെൻറ്റ് കൊടുക്കും.